പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്ക് കഴുതയുടെ മണ്ട ചാക്ക് വെച്ച് കെട്ടിയിട്ടാണ് സാധനം കൊണ്ടിരുന്നത്. തക്കുടു അയ്യപ്പനെ കിട്ടിയത് ഇവിടുന്ന് കേട്ടോ, മഹാരാജാവിന് 191 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത്. സ്വാമിമാരെ വെൽക്കഞ്ഞ് അയ്യപ്പൻ തന്നെ പുലിപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രം സ്വാമി ശരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, രാവിലെ 7:30 കോട്ടയം തിരുനക്കര അമ്പലത്തിൽ രാവിലെ കെട്ടുമുറുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുവാണ്. അപ്പം എൻ്റെ മകൾ തക്കുടുണ്ട്, അച്ഛനുണ്ട്, നമ്മുടെ അളിയച്ചാറുണ്ട്, പിന്നെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ സലി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഇന്ന് മലയ്ക്ക് പോകുന്നത്. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ കെട്ടുമുറുക്കി കോട്ടയം KSRTC നിന്ന് പമ്പയ്ക്കുള്ള ബസ് കയറി അവിടുന്ന് ചെങ്ങന്നൂർ, തിരുവല്ല, ചെങ്ങന്നൂർ, പത്തനംതിട്ട, കോഴഞ്ചേരി, പത്തനംതിട്ട, അവിടുന്ന് പിന്നെ എരുമേലി, നിലയ്ക്കൽ, പമ്പ, അത്രയും റൂട്ടിൽ പോയിട്ട് പമ്പയിൽ ചെന്ന് അവിടുന്ന് നടന്ന് സന്നിധാനത്തോട് കയറി തൊഴുതിട്ട് തിരിച്ച് വരുന്നവരാണ്. അതായത് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും പമ്പ ബസ് ഫില്ലാകുന്നതനുസരിച്ച് കോട്ടയം KSRTCയിൽ ബസ് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും പോകുന്ന ചിലവും അത് മാത്രമല്ലാതെ പമ്പയിൽ പ്രളയത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതും കാര്യങ്ങളും എല്ലാം പോകുന്ന ഇപ്പം ബുക്കിംഗ് ഉണ്ട്, വിർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതുവരെയായിട്ട് ശബരിമല പോകാത്തവരും ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരും കുറേ നാൾ കൂടി പോകാൻ നിൽക്കുന്നവർക്കും അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെന്ന് മനസ്സിലാക്കി ലൈവായിട്ട് ചെയ്യുന്നൊരു രീതിയിലാണ് നമ്മൾ ഇത്തവണ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പറയുന്നില്ല, നേരെ പോവുകയാണ്. നമ്മൾ കെട്ടുമുറുക്കാൻ കയറുവാണ്. കെട്ടുമുറുക്കി ഇവിടുന്ന് പോകുന്ന ഓരോ യാത്രയും ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു മാറ്റം ഇല്ലാത്ത രീതിയിൽ, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി, എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വാമി ശരണം. അപ്പോൾ അയ്യപ്പന്മാരെ, നമ്മൾ തിരുനക്കര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു കൗണ്ടറുണ്ട്. അവിടെ നമ്മൾ രസീത് എടുക്കണം. 35 രൂപയാണ് ഒരു കെട്ട് മുറുക്കാൻ വേണ്ടിയുള്ള ചാർജ് തിരുനക്കര അമ്പലത്തിൽ. എന്നിട്ട് ആ രസീതുമായിട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ കുറേ പെരിയസ്വാമിമാർ, നമ്മൾ അയ്യപ്പൻ്റെ ഈ മണ്ഡപത്തിൽ കുറേ പെരിയസ്വാമിമാർ കെട്ട് മുറുക്കാൻ വേണ്ടി അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അങ്ങനെ അതിൽ ഒരാളാണ് ഈ കാണുന്ന പെരിയസ്വാമി. ഈ പെരിയസ്വാമിയാണ് നമുക്ക് ഇത്തവണ പോകാൻ വേണ്ടി ഫുള്ള് കെട്ട്, നമുക്ക് 5 പേർക്കും കെട്ട് മുറുക്കി കഞ്ഞിക്കെട്ടിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം രസീതിന് 35 രൂപയേ ഉള്ളൂ. നേരെ അതിനു മുമ്പ് നമ്മൾ ഈ കെട്ടുമുറുക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പെരിയസ്വാമി നമുക്ക് ലിസ്റ്റ് തരും. ഈ ലിസ്റ്റ് നോക്കി നമ്മൾ മേടിച്ച് എഴുതി വെച്ചേക്കുന്നതെല്ലാം നമ്മൾ പോയി കടയിൽ നിന്ന് മേടിച്ച് ഇവിടെ എത്തിച്ച് രസീതുമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോയി തൊഴുതിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് കെട്ടുമുറുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ പെരിയസ്വാമി അവിടെ റെഡിയാക്കി വെച്ചിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അമ്പലത്തിലെ നമ്മൾ കെട്ടുമുറുക്കിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞ് ലാസ്റ്റ് തേങ്ങ ഉടച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്. കോട്ടയം KSRTC നിന്ന് ബസ് കുറവാണ്. കോട്ടയം ആരെങ്കിലും കോട്ടയത്ത് നിന്നാണ് പോകുന്നതെങ്കിൽ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പമ്പയ്ക്കുള്ള ബസ്, എരുമേലി പമ്പയ്ക്കുള്ള ബസ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കൂടുതലും ഉള്ളത്. കോട്ടയം KSRTC നിന്ന് തീരെ കുറവാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ, ഇതാണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് ബസ് സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ വന്ന് ബസ് ഫില്ലാകുന്നതനുസരിച്ച് ബസ് എടുക്കുവാണ് സാധാരണ ഇപ്പോൾ ചെയ്യുന്നത്. നല്ല തിരക്കായി കഴിയുമ്പോൾ കോട്ടയം KSRTC ബസ് ഇടും. ഇപ്പോൾ തുടക്കമാണ്, വൃശ്ചിക മാസം 1-ാം തീയതിയാണ്. 1-ാം തീയതി ഇപ്പം ലൈവിൽ ഇപ്പം ബസ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ബസ് ഉള്ളത്. അപ്പോൾ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ. സ്വാമിമാരൊക്കെ വരുമ്പോഴത്തേക്ക് അത് ശ്രദ്ധിച്ച് വേണം. മുമ്പോട്ട് വന്ന് ആലോചിച്ച് നേരെ KSRTC പോയി നിന്നാൽ ബസ് കിട്ടത്തില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം കോട്ടയം, എന്നാലേ ഉള്ളൂ ബസ് കിട്ടുള്ളൂ. സ്വാമിമാരെല്ലാം അത് ഓർത്ത് വെച്ചോണം. സ്വാമിമാർ അതുപോലെ തന്നെ ദൂരെ നിന്ന് വരുന്ന സ്വാമിമാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിടന്ന് വിരിവെക്കാനുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രം. ഇവിടെ വന്ന് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കെല്ലാം വിശ്രമിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബസ് താണ്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചാടി കയറി വിരിച്ചിട്ട് 3 സീറ്റും അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും ഇരിക്കാനുള്ള 2 സീറ്റുകൂടെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനും തക്കുടിൻ്റെ മാമനും കൂടെ ഈ സീറ്റിൽ കറക്റ്റായിട്ട് കയറി സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ നല്ല സുഖത്തിൽ ഇരിക്കുവാണ്. അപ്പോൾ ഒരു തിരുത്തുണ്ട് കൂട്ടുകാരെ, നമ്മളിപ്പം പോകുന്നത് ഇവിടുന്ന് നേരെ KK റോഡ് പിടിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എരുമേലിയിൽ നിന്ന് നേരെ നിലയ്ക്കൽ പമ്പ, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ സ്വാമിമാരോടും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുവാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ പമ്പയ്ക്കുള്ള KSRTC ഉണ്ട്. അത് 10 മിനിറ്റ്, അതായത് ഒരു KSRTC ഫില്ലാകുന്നതനുസരിച്ചാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. വാല KSRTC ഉണ്ട്. ഇപ്പോൾ കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് തീരെ കുറവാണ്. റെയിൽവേ സ്റ്റേഷനാണ് ബസ് ഉള്ളത്. മുമ്പോട്ട് തിരക്കായി കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൻഡിൽ നിന്ന് ബസ് കാണും. അതുപോലെ തന്നെ തിരുവല്ല, ചെങ്ങന്നൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്ക് അതിൻ്റെ ഫ്രണ്ടിലും ബസ്
അവൈലബിൾ ആണ്. അപ്പോൾ ഇനി വരുന്നവർ സ്വാമിമാരെല്ലാം ശ്രദ്ധിച്ചോണം. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ഈ 3 റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വണ്ടി കിട്ടുന്നതായിരിക്കും. KSRTC എരുമേലിക്കുണ്ട്, പമ്പയ്ക്കുണ്ട്. അത് നമുക്ക് പേട്ട പോകണമെങ്കിൽ എരുമേലി ഇറങ്ങാം, ഇല്ല നേരെ നിലയ്ക്കേ പോയി ഇറങ്ങാം. അവിടുന്ന് പമ്പയ്ക്ക് വേറെ ബസ്സുണ്ട്. അങ്ങനെ കാര്യങ്ങൾ, ബാക്കി കാര്യങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. മാളികപ്പുറം ഇവിടെ നിൽപ്പുണ്ട്. മാളികപ്പുറം കഞ്ഞിസ്വാമിയാണ്. ആദ്യമായിട്ടാണ് മലയ്ക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ്. പുള്ളിക്കാരത്തേക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു നേരത്തെ. അത് മാത്രം കണ്ടൊരു അറിവുള്ളൂ. വിവേകസ്വാമി ഇവിടെ ഇപ്പോൾ ഉണ്ട്. തക്കുറിൻ്റെ മാമനാണ്. അപ്പോൾ പിന്നെ അച്ഛനുണ്ട്. അച്ഛൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ സലിച്ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത്. ബാക്കി വിഷ്വൽസ് നമ്മൾ പോകുന്ന വഴിക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വാമി ശരണം. അപ്പോൾ സ്വാമിമാരെ നമ്മുടെ ബസ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൂടുതലായിട്ടൊന്നും പോകുന്ന റൂട്ടൊന്നും കാണിക്കുന്നില്ല. നേരെ എരുമേലി ചെന്ന് അവിടുന്ന് കാണിച്ചിട്ട് ബാക്കി നേരെ പമ്പയിലേക്ക്. അപ്പോൾ നമ്മൾ കാണേണ്ട സ്വാമിമാരെ എരുമേലിയിൽ വാവർ മസ്ജിദിൻ്റെ ഫ്രണ്ട് വഴി നമ്മുടെ ബസ് പാസ് ചെയ്യുകയാണ്. അപ്പം ഈ എരുമേലി പേട്ട തുള്ളാൻ ആഗ്രഹമുള്ളവർക്ക് എരുമേലി ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഇറങ്ങാൻ കേട്ടോ. അവിടെ ഇറങ്ങി പേട്ട എല്ലാം തുള്ളി കഴിയുമ്പോൾ അവിടുന്ന് തന്നെ വേറെ ബസ് പമ്പയ്ക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല, നമ്മൾ നേരെ സ്ട്രെയിറ്റ് പമ്പയ്ക്കാണ്. അപ്പം ഇവിടെ ഒരു 10 മിനിറ്റ് നിർത്തിയിടുമെന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് നിർത്തിയിടുന്നു, പിന്നെ വണ്ടി പിന്നെ എടുക്കും. അത്ര താമസമുള്ളൂ കേട്ടോ. കാഴ്ച അപ്പോൾ എരുമേലി കഴിഞ്ഞിട്ട് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ഊണ്, കഞ്ഞി, നെയ് റോസ്റ്റ്, മസാല ദോശ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. KSRTC ബസ്സുകളെല്ലാം ഈ ഒരു ഹോട്ടലിലാണ് നിർത്തുന്നത്. പമ്പയിൽ നിന്ന് തിരിച്ചു വരുന്ന എറണാകുളം ബസ്സുണ്ട്. ഇപ്പോൾ 3 ബസ് ഉണ്ടായിരുന്നു. ഒരു ബസ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം പമ്പയിൽ വൃശ്ചികം 1 രാവിലെ പുലർച്ചെ തൊഴുതിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഈ തിരിച്ചു പോകുന്നത് നമ്മുടെ ബസ്സാണ്. അങ്ങാറ്റത്ത് കിടക്കുന്ന നമ്മുടെ ബസ്, പമ്പ ബസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. 30 കിലോമീറ്റർ ഇല്ല. എന്നാലും അവിടെ നമുക്ക് നിലയ്ക്കൽ കഴിയുമ്പോഴത്തേക്ക് ബ്ലോക്കായിരിക്കും, അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം കയറിയ സമയവും ചെന്ന സമയം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കണക്ക് കൂട്ടി കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കത്തെ കഞ്ഞിയൊക്കെ കുടിച്ച് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് തിരിച്ച് ബസ്സായി പിന്നെ കയറിയേ കാണും. കോട്ടയത്ത് നിന്ന് പമ്പ് വരെ ഒരാൾക്ക് 191 രൂപയാണ് റേറ്റ് വരുന്നത്. ബേസ് ക്യാമ്പ്. അപ്പോൾ അയ്യപ്പന്മാരെ നമ്മൾ പമ്പയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ 10:11 മണിയാകുമ്പോൾ വണ്ടി എടുത്ത് ബസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ 2:07 2:15 കൂട്ടി. ഒരു 3.5 മണിക്കൂർ 3.5 മണിക്കൂറിൽ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പമ്പ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 191 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് എരുമേലിയിൽ ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഇവിടം വരെ ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തുകൊണ്ട് നമ്മൾ പമ്പ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പമ്പ നദിയുടെ തീരത്തോട്ടിറങ്ങി പമ്പയെ കുളിച്ചിട്ട് കയറുന്ന വിഷ്വൽസ് ആയിരിക്കും ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്വാമിമാരെ നമ്മൾ പമ്പ നദി തീരത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഇത്. ആ വഴിക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇടത് സൈഡിൽ അയ്യപ്പൻ്റെ പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പൻ്റെ വലിയൊരു സ്റ്റാച്യു, അതായത് പ്രതിമ അവിടെ ഉണ്ട്. അത് നോക്കി എല്ലാ അവൻ്റെ കർണാടകയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് വരുന്ന എല്ലാവരും മലയാളീസും എല്ലാവരും ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്നുണ്ട്. പണ്ട് വരുമ്പോഴത്തേക്ക്, അതായത് 2018-19 പ്രളയത്തിന് ശേഷമാണ് ഇവിടെ എല്ലാം വെള്ളം കയറി ഇവിടെ എല്ലാം നശിച്ചു പോയായിരുന്നു. മൊത്തം തകർന്ന് തരിപ്പണമായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞത് ഇത്തവണ ഭക്തജനങ്ങൾക്ക് വെയിലൊന്നും കൊള്ളാതെ മഴയൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് കെട്ടിയിരിക്കുന്നൊരു വലിയ പന്തലാണ്. കാരണം 5000-ഓളം ഭക്തന്മാർക്ക് ആ പന്തലിൽ ഒരേ സമയത്ത് നിൽക്കാമെന്നാണ് പറയുന്നത്. പമ്പയിലൊക്കെ വെള്ളം കുറവാണ്, അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും തൊഴുത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുവാണ്. പമ്പയിൽ ശകലം വെള്ളം കുറവാണ്, ശകലം നല്ല തീരെ വെള്ളക്കുറവാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളോർത്ത് ഭയങ്കര വെള്ളമായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ വലിയ തിരക്ക് കാണുന്നില്ല. ഇനി അടുത്തായിട്ട് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പമ്പ ഇറങ്ങി ശുദ്ധിയാവുക, കുളിച്ചൊന്ന് വൃത്തിയാവുക, അതാണ്. ഇങ്ങോട്ട് നോക്കി എടോ, നമുക്ക് പോവാം. മേലോട്ട് പോകണ്ടേ? ഇല്ലേ?
വാ നമുക്ക് മേലോട്ട് പോവാം. അത് അമ്മയും പോയി. വാ നമുക്ക് അയ്യപ്പനെ കാണണ്ടേ. വാ വാ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങാം. ഗായ്സ് തക്കുട് കയറുന്നില്ല ഗായ്സ്. തക്കുട് പമ്പാറ്റി കിടന്ന് പൂന്ത് വിളയാടുക. ഒരു രക്ഷയില്ല, കയറുന്നില്ല. പോവാം വാ മേലോട്ട് പോവാം. പമ്പയിൽ കുളിയെല്ലാം കയറുന്ന നല്ല വൃത്തിയായി ശുചിയായിട്ട് നമ്മളിങ്ങി മല കയറാൻ പോവാണ്. ഇത് കണ്ടോ പമ്പാറ്റിൽ വലിയ കുറുവ പോലെ വലിയൊരു മീനാണ്. കുയിലിൻ്റെ ഒക്കെ ചെറുത്, ഒരു പുല്ലൻ്റെ തൂളിയുടെയൊക്കെ സൈസ് വരും. ഇത് കണ്ടോ പോകുന്നത് കാണാമോ നിങ്ങൾക്ക്? നല്ല സൈസ് വരും. ഇതിന് പേടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുക, ഇഷ്ടം പോലെയുണ്ട്. കാളയല്ല, ഇത് കണ്ടോ, ഇത് ചെറുതാ. ഇതിൻ്റെയൊക്കെ വലുതുണ്ട്. നമ്മളെ ചുമ്മാ ഇടയ്ക്കൂടെ ഈ എന്നും അനക്കം കണ്ട് ഇവർക്കൊന്നും പേടിയില്ലാതെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഇടവഴിയെല്ലാം ചുമ്മാ നടക്കുക കേട്ടോ ഈ മീനൊക്കെ. സ്വാമി ശർമ്മ. അപ്പോൾ അയ്യപ്പന്മാരെ നമ്മൾ മല ചവിട്ടാൻ തുടങ്ങാൻ പോവാണ്. പമ്പയിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കയറുക. അപ്പോൾ ഈ അങ്ങോട്ട് നമ്മളാ കയറുന്ന കാര്യങ്ങളും എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വലിയ താമസമില്ലാതെ കയറുകയാണ്. നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചവിട്ടി കയറണം. കൊച്ചുള്ളതുകൊണ്ട് സമയം എടുക്കും. അപ്പോൾ നമ്മളെക്കാളും മുമ്പ് പിള്ളേർ കയറിപ്പോവും, അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഏകദേശം കയറുന്നത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് കയറും. ഇപ്പോൾ പാക്ക് ചെയ്യുവാണ്. ഡ്രസ്സെല്ലാം മാറി നമ്മൾ നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് തൊഴുത് നേരെ കയറി മല വെട്ടി കയറുക. ബാക്കി ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന യാത്രകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. തക്കടു വാ. അപ്പോൾ അയ്യപ്പന്മാരത് ഈ വലത് സൈഡിൽ കാണുന്നതാണ് പമ്പയിലെ പന്തൽ കേട്ടോ. വലിയ പന്തൽ. അത് നമുക്ക് ഭക്തന്മാർക്കെല്ലാം മഴയും വെയിലൊന്നും കൊള്ളാതെ വിരിയൊക്കെ വിരിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ഇത് ഈ ഇടത് സൈഡിൽ കാണുന്ന ഈ പന്തലാണ് നമുക്ക് ബലി ഇടാൻ വേണ്ടി, കാരണവന്മാർക്ക് വേണ്ടി ബലി ഇടാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇതിന് നേരെ പുറകിൽ പമ്പാറാണ്. നമുക്ക് അവിടെ പോയിട്ട്, അതായത് ഇതിന് നേരെ പുറകിൽ പമ്പാറാണ്, അവിടെ പോയിട്ട് നമുക്ക് ബലി അർപ്പിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ. അതേ പിന്നെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളും എല്ലാം ഈ പമ്പയിലുണ്ട്. എല്ലാ സംഭവം പമ്പയിൽ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും ഫുള്ളുണ്ട് കേട്ടോ. പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ തക്കുട് ഇപ്പം തന്നെ കളിപ്പാട്ടത്തെ കയറി പിടിച്ച് പിണങ്ങി പോവാണ്. തിരിച്ചു വരുമ്പോൾ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ പിണങ്ങി പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇത് ഈ കാണുന്ന കൗണ്ടറാണ് വെർച്വൽ ക്യൂവിൻ്റെ ഓൺലൈൻ ബുക്കിംഗ്. ഇവിടെ വന്ന് ഓൺലൈൻ ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കേട്ടോ. അത് അതിൻ്റെ സൈഡിൽ തന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം, ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് കർപ്പൂരം കത്തിച്ച് നമ്മൾ മല ചവിട്ടാൻ തുടങ്ങുവാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സന്നിധാനത്തേക്കുള്ള മല ചവിട്ടിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കർപ്പൂരം കത്തിച്ച്, സ്വാമിമാരല്ല ഇവിടെ കർപ്പൂരം കത്തിച്ചിട്ടാണ് നമ്മൾ മല ചവിട്ടാൻ തുടങ്ങുന്നത് കേട്ടോ. നമ്മളും കർപ്പൂരം കത്തിച്ച് സ്വാമി ശരണം നമ്മളും മല ചവിട്ടാൻ തുടങ്ങുക. അവിടുന്ന് നമ്മൾ ശകലോടെ മേളോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ നദീതീരത്ത് വെച്ചാണ് നമ്മൾ അയ്യപ്പനെ ഈ പന്തള മഹാരാജാവിന് കിട്ടുന്നത്. അതായത് ഈ മഹാരാജാവ് വേട്ടയ്ക്ക് വരുമ്പോൾ ഒരു കൊച്ചിൻ്റെ സൗണ്ട് കേട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അയ്യപ്പൻ ഈ ആറ്റുതീരത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ മുനി വന്ന് പറയും, ഈ കൊച്ചിന് നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് വളർത്തണം, മഹാരാജാവിൻ്റെ മകനായിട്ട് രാജാവായിട്ട് വളർത്തണം എന്നും പറഞ്ഞിട്ട് ഈ മുനിയാണ് പറയുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം അയ്യപ്പനെ എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. നമ്മൾ അവിടുന്ന് ഇതേ തേങ്ങ ഉടച്ച്, ക്ഷേത്രത്തിന് മുമ്പിൽ തേങ്ങ ഉടച്ച് ഈ പമ്പ ക്ഷേത്രമാണ്. പമ്പ ക്ഷേത്രത്തിൽ തൊഴുത് ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ഈ പ്രതിഷ്ഠകളെല്ലാം നമ്മൾ കാണിക്കയിട്ട് ആണ് നമ്മൾ മേളോട്ട് മല ചവിട്ടി കയറാൻ പോകുന്നത്. ഇതാണ് കെട്ടുനിറ മണ്ഡപം. അതായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കെട്ട് നിറയ്ക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരുക്കിയേക്കുന്ന ഒരു മണ്ഡപമാണിത്. അതായത് നമുക്ക് കെട്ട് നിറയ്ക്കാതെ ചിലവർ വരുന്നവരുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് കെട്ട് നിറയ്ക്കാൻ സാഹചര്യം ഇല്ലാണ്ട് ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് മലയിൽ കയറണമെന്ന് തോന്നുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കെട്ട് നിറയ്ക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരുക്കിയേക്കുന്ന ഒരു സംവിധാനമാണിത്. നല്ലൊരു കാര്യമാണിത്. അപ്പോൾ നേരത്തോട്ടുള്ളതാണ് കേട്ടോ. ഈ ഇടയ്ക്ക് തുടങ്ങിയൊന്നും അല്ല, കുറച്ച് നാളായിട്ടുണ്ട്. ഇത് പണ്ടോട്ടേ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ സ്ലിപ്പുമായിട്ട് നമ്മൾ ക്യൂ നിന്ന് കയറുവാണ്. ഇത് ഇവിടെയാണ് സ്കാൻ ചെയ്ത് നമ്മൾ അകത്തോട്ട് കയറ്റി വിടും കേട്ടോ. അങ്ങനെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് മല കയറ്റം തുടങ്ങുവാണ്. അപ്പം അതിന് മുമ്പായിട്ട് പിള്ളേർക്കൊക്കെ വേണ്ടി പുതിയൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ പിള്ളേരുടെ കയ്യിലേക്ക് ഇവിടുന്ന് ഈ 2 പോലീസുകാർ ഒരു ടാഗ് കിട്ടും. ഇത് നമ്മുടെ തക്കുടിൻ്റെ കയ്യിലും കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ദേവനിക, പിന്നെ എൻ്റെ നമ്പർ. അപ്പോൾ എങ്ങാനും നമ്മുടെ തക്കുടിനെ മിസ്സായി കഴിഞ്ഞാൽ കൂടെ വരുന്ന അയ്യപ്പന്മാരോ പോലീസുകാരോ മിസ്സായെന്ന് കണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പരെ വിളിച്ച് നമ്മളെ അറിയിക്കുക. അതിന് വേണ്ടി കേട്ടോ. അത് നല്ലൊരു പരിപാടി കേട്ടോ, കൊള്ളാം. അങ്ങനെ നമ്മുടെ തക്കുടിൻ്റെ കയ്യിൽ ബാഡ്ജിയും കെട്ടി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി. ഈ പന്തള രാജാവിൻ്റെ ഒരു മണ്ഡപമുണ്ട് ഇവിടെ സാധാരണ ഒരു പ്രതിനിധി അവിടെ ഉള്ളതാണ്, കണ്ടില്ല. നമ്മൾ നേരെ താഴെ വന്നു. താഴോട്ട് ഈ കാണുന്ന വഴിയാണ് സ്വാമി അയ്യപ്പൻ റോഡ്. ഇത് നീലിമല. ഈ നീലിമല വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാകുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഏറ്റവും കൂടുതലാണ് സ്റ്റെപ്പ് ചവിട്ടി കയറാം. മറ്റത് നമ്മൾ ഈ ട്രാക്ടർ, നേരത്തെ കണ്ട ട്രാക്ടറൊക്കെ ഇല്ലേ, ആ വഴികളിൽ കൂടെയാണ് ട്രാക്ടറെല്ലാം പോകുന്നത്.
നമ്മളപ്പോൾ നീലിമല തുടക്കം ഫസ്റ്റ് പന്തൽ ഇത് കഴിഞ്ഞു. നീലിമല തുടക്കമാണേ. നമ്മുടെ മാളികപ്പുറം കഞ്ഞിസ്വാമിയൊക്കെ ചൂടിക്കെട്ടൊക്കെ ആയിട്ട് കയറുന്നുണ്ട്. രണ്ടാമത്തെ പന്തൽ കേട്ടോ. രണ്ടാമത്തെ പന്തലല്ല, ഷെഡ്. ഷെഡ് ഇങ്ങനെ മൊത്തം 18 ഷെഡ് ആകുമ്പോഴത്തേക്കാണ് നീലിമലയുടെ മേളിൽ ചെല്ലുന്നത് കേട്ടോ. നിരപ്പാവും. ഇതാണ് ഡോളി. അതെന്ന് പറഞ്ഞാൽ 3000 രൂപ വൺ സൈഡ് കേട്ടോ. വൺ സൈഡ് മുകളിൽ സന്നിധാനത്ത് എത്തിക്കുന്നതിന് 3000 രൂപ. തിരിച്ചും അതുപോലെ തന്നെ കാര്യം അതിനകത്ത് അതൊക്കെ ഹാൻഡിക്രാഫ്റ്റ്സും അതിനകത്ത് ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെൻറ് മുഖേന ഒരുക്കിയേക്കുന്ന ഒരു സജ്ജീകരണമാണ്. അവർ 4 പേര് മൊത്തം 5 പേര് കാണും. മാറി മാറി മേളോട്ട് നമ്മളെ ചുമന്നുകൊണ്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ സ്വാമി ചേർന്നു. അപ്പോൾ നമ്മൾ 14ാമത്തെ ഷെഡിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ കിട്ടുതാത്തിരിക്കുമായിരുന്നു. ഇതിന് നേരെ താഴെ ഉണ്ട് എറിയുന്നുണ്ട്. അപ്പാച്ചിമേളിൽ ഉണ്ട് അവിടെ നിന്ന് കിട്ടും. മേടിച്ചെന്നറിയാം. നമ്മളിതിനെ മേടിച്ചില്ല. മേളിൽ നിന്ന് മേടിച്ച് നമുക്ക് അവിടെ അറിയാം. അവിടെ ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. മേളിൽ നിന്ന് ഓൾറെഡി തൊഴുതിട്ട് വരുന്ന സ്വാമിമാർ മൊത്തം ഒരുപാടുണ്ട് തിരക്ക്. നമ്മൾ കയറുന്നവർ കുറച്ചേ ഉള്ളൂ, ഒരുപാട് പേരില്ല. മേളിൽ നിന്ന് താഴോട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആദ്യമേ തിരക്ക് കുറവായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം തിരക്ക് മേളോട്ട് കയറുന്നതിനേക്കാളും അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട്. മേളിൽ നിന്ന് നടപ്പന്തലി നല്ല ക്യൂ കാണും. ഒരുമാതിരിപ്പെട്ടൊരു ക്യൂ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അപ്പോൾ സ്വാമിമാരെ നമ്മൾ വീണ്ടും മല ചവിട്ടാൻ തുടങ്ങിയേക്കുവാണ്. ഇത് കാട്ടുപന്നികൾ എടേസൈഡി അവിടെ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റ് എടുത്തില്ല, അത് തിന്നാൻ വേണ്ടി വന്ന് നിൽപ്പുണ്ട്. ഈ വലത് സൈഡിൽ ആര്യഭവൻ്റെ ഒരു ടീ സ്റ്റാളുണ്ട്. ടീ സ്റ്റാളല്ല, ഫുഡും ഫ്രൂട്ട്സും നനയോളും എല്ലാം അവിടെ കിട്ടുന്നതുണ്ട്. പിന്നെ ഇടത് സൈഡിൽ വെള്ളം കൊടുക്കുന്നുണ്ട്. ഔഷധ വെള്ളം എന്നും പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ശരം കുത്തി വഴിപാട്, അതായത് കന്നിസ്വാമിമാർ വന്ന് ശരം കുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശരം കുത്തുന്ന വഴിപാടാണത്. ഇപ്പം നമ്മുടെ മാളികപ്പുറം ദാണ്ട ഫ്രണ്ടേ പോകുന്നുണ്ട് കണ്ടോ. ശരം കുത്താൻ വേണ്ടിയുള്ള പോക്കാണ്. നമുക്ക് കൂടെ പോയിട്ട് ശരം കുത്തുന്ന കാണാം. ഇതാണ് ശരം കുത്തുന്ന പരിപാടി. ഇവിടെ വന്ന് എല്ലാ കഞ്ഞിസ്വാമിമാരും അല്ലാതെയും കുത്തും കേട്ടോ. നമ്മളും ഇടയ്ക്ക് അവിടെ ഇരിക്കുന്ന ഇത് ഊരി കുത്തും. അത് ഞാനും കുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ വന്നാലും അങ്ങനെ ഊരി കുത്താറുണ്ട്. ശരിയാണോ അല്ലയോ എന്ന് അറിയത്തില്ല, അങ്ങനെ കുത്താറുണ്ട്. ഇത് നമ്മുടെ വാളിപ്പുറത്ത് ഞാനും കുത്തുന്നുണ്ട്. ശബരിപീഠം. ഇതാണ് ശബരിപീഠം. അങ്ങനെ നമ്മളിത് ശബരിപീഠത്തിൽ നിന്ന് അതായത് 17ാമത്തെ ഷെഡിൽ നിന്ന് 18ാമത്തെ ഷെഡിലേക്ക് കയറുവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ നീലിമലയൊക്കെ കഴിഞ്ഞ് മൊത്തം ഒരുപാട് കയറ്റങ്ങളൊക്കെ ഒരുമാതിരി എല്ലാം അങ്ങ് തീർന്നു കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ വെള്ളം കുടിച്ചിട്ട് നമുക്ക് നേരെ മുമ്പോട്ട് പിന്നെയും പോയേക്കാം. ഇവിടെയാണ് രണ്ടായിട്ട് തിരിച്ചു വിടും. അത് തിരക്കുള്ള സമയത്ത് നമ്മളെ ഈ ശരംകുത്തി വഴിയിലൂടെ വരുള്ളൂ. നേരെ ഈ താഴോട്ട് കിടക്കുന്ന ഈ വഴി കേട്ടോ, പോലീസുകാർ നിൽക്കുന്നത്, അങ്ങോട്ട് വിടത്തില്ല. അതിലെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ വഴി പോകുമ്പോഴത്തേക്ക് ശകലോടെ കയറ്റവും ശകലം ദൂരക്കൂടുതലുണ്ട്. ശരംകുത്തി വഴിയാണെന്ന് പറയുന്നത്. തിരക്കില്ലാത്ത സമയത്ത് ഈ വഴിയിൽ താഴോട്ടുള്ള ഹോട്ടലിൻ്റെ സൈഡ് വഴി നേരെ ആ വഴി. അപ്പോൾ നല്ല ഒരുമാതിരി തിരക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നോക്കിയോണ്ടോ, ചുറ്റും സ്വാമിമാരുടെ നേരത്തെ കൊണ്ടുപോയതല്ല, ഇപ്പം അടിപൊളിയായിട്ട് നല്ല തിരക്ക് കയറി വരുന്നുണ്ട്. ഇപ്പം മരക്കൂട്ടം കഴിഞ്ഞ് നമ്മളിതേ ഫ്രണ്ടോട്ട് നടക്കുവാണ്. അപ്പം ഒരുപാട് പേര് സ്വാമിമാർ ഇഷ്ടംപോലെ മാളികപ്പുറങ്ങളും അങ്ങനെ ഒരുപാട് പേര് കയറി പോകുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കുകയാണ്. വീണ്ടും നടക്കാൻ തുടങ്ങി. വേറെ മാളികപ്പുറം നമ്മുടെ തക്കുടിനെ നോക്കി ചിരിച്ച് കാണിച്ചിട്ട് ഓടിപ്പോകുന്നു. അപ്പം ഒരുമാതിരി തിരക്കായിട്ടുണ്ട് സ്വാമിമാരെ. അപ്പം നമ്മൾ സമയം കളയാനില്ല. നമ്മൾ നേരെ കുറച്ച് സ്പീഡിൽ അങ്ങ് നടന്ന് കയറുവാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് ക്യൂ നിൽക്കും. നല്ലോണം ക്യൂ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നല്ലോണം ക്യൂ നിൽക്കേണ്ടി വന്നാലോ. അടുത്ത ശരംകുത്തി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ അതാണ് ശരംകുത്തി, അവിടെ വെള്ളവും ബിസ്ക്കറ്റും നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. ദാഹമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം കുടിച്ച് ബിസ്ക്കറ്റിൽ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെയുടെ ശരം കുത്തിയിട്ട് നമ്മൾ നടപ്പന്തൽ തുടങ്ങുക. നമ്മൾ ഇത്രയും കയറ്റമൊക്കെ കയറി നടന്ന് ക്ഷീണിച്ച് വന്നാൽ ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ നമ്മളിതെല്ലാം മറന്നു പോകും കേട്ടോ. പിന്നെ പെട്ടെന്ന് നമ്മുടെ സ്പീഡൊക്കെ കൂടി പെട്ടെന്ന് അങ്ങോട്ട് സന്നിധാനത്തോട് ചെല്ലാനുള്ളൊരു മൈൻഡാവും. പണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ സന്നിധാനമൊക്കെ കാണാമായിരുന്നേ. ഷിപ്പിംഗ് എല്ലാം കൂടെ വളർന്നിട്ട് മൊത്തം കാട് പിന്നെയും ഒത്തിരിയായി. അപ്പം ഒന്നും കാണത്തില്ല. നേരത്തെ എൻ്റെ കൊച്ചിലെ വരുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുമ്പോൾ അതെല്ലാം കാണാം. സന്നിധാനം മൊത്തത്തിൽ കാണാമായിരുന്നു. അപ്പോൾ അയ്യപ്പന്മാരെ നമ്മളിങ്ങനെ
നടപ്പന്തലിലേക്ക് ഇറങ്ങിയത്. വലിയ നടപ്പന്തലുണ്ട് താഴെ, അങ്ങോട്ട് ഈ നടന്നിറങ്ങുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ശരണം വിളിച്ച് അങ്ങ് പോയേക്കും കേട്ടോ. സന്നിധാനത്തോട് പോവാ. അയ്യപ്പന്മാരെ ഇതാണ് KCBയുടെ ഈ ബംഗ്ലാവ് ഓഫീസ് അല്ലാണ്ട് വരുന്നത്. ആയുർവേദത്തിൻ്റെ സർക്കാർ ആശുപത്രിയുണ്ട്, അതല്ലാതെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ശംഖുവേദനയും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. തൊട്ടപ്പുറമായിട്ട് ജനറൽ ഹോസ്പിറ്റൽ സന്നിധാനമുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള സംവിധാനവും ഇവിടെ ദേവസ്വം ബോർഡുകാർ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം കറക്റ്റ് 4:44 ആയപ്പോഴത്തേക്ക് നാളെ നടപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കില്ല, അത്യാവശ്യം തിരക്കുള്ളൂ. ഇത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നടപ്പന്തൽ, അതായത് 18-ാം പടി ആലിന് ഫ്രണ്ടിലുള്ള വലിയ നടപ്പന്തലിൽ വന്ന് നമ്മൾ ക്യൂവിൽ നിൽക്കുവാണ്. അപ്പം നമ്മുടെ മാമനും നമ്മുടെ സരിച്ചേട്ടനും ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ വലിയ ക്യൂ ഇല്ല, അവർ ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഒത്തിരി നേരം പിടിച്ച് നിർത്തത്തില്ല. അപ്പോൾ തക്കടും ആ ചെറിയ ഇടവേള സമയത്ത് അച്ചച്ചയായിട്ട് കളിക്കുന്നു. ഞാൻ തന്നെ സ്വാമിമാരുടെ കൂടെ 3 പേരുടെ ഇരുമുടിക്കെട്ടും പിടിച്ച് വെയിറ്റ് ചെയ്യുന്നു. അപ്പം പുറകോട്ടൊക്കെ നല്ല ജനമായിട്ടുണ്ട്. ഫ്രണ്ടോട്ടും നല്ല രീതിയിൽ തിരക്ക് കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ക്യൂ ഫുള്ള് നിന്ന് അപ്പുറം കയറി 18-ാം പടിയിൽ തക്കുടുവിനെ നമ്മളെല്ലാ പടിയിലും തൊട്ട് തൊഴുത് അയ്യപ്പനെ കൊണ്ട് കാണിക്കാൻ പോവുകയാണ്. അപ്പം അതിനിടയ്ക്ക് തക്കുടിൻ്റെ ചെറിയ കളിത്തമാശകളും മുടിയെ പിടിച്ച് വലിക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തക്കുട് ഫുൾ ഹാപ്പിയാട്ടോ. ഫുൾ ഹാപ്പിയാണ് പുള്ളിക്കാരത്തി. എന്താണെന്ന് ഭയങ്കര ഹാപ്പിയാണ്. അയ്യപ്പനെ കാണാൻ പോകുന്ന സന്തോഷമായിരിക്കും. അപ്പോൾ അയ്യപ്പന്മാരെ നമ്മുടെ ക്യൂ ചെയ്ത ഫ്രണ്ടോട്ട് അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏതാനും നിമിഷത്തിനകം നമ്മൾ ആ കാണുന്ന ഈ ഇട സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് ആ ആല് കണ്ടോ? ആ ആല് വരെയാണ് ക്യൂ ഉള്ളത്. ആലിനപ്പുറമാണ് 18-ാം പടി ഉള്ളത്. അവിടെയാണ് ആഴിയുള്ളത്. ഇത് നമ്മൾ നേരെ മേലോട്ട് കയറി ആല് കഴിഞ്ഞു. തക്കുടുവിനെ നമ്മളെല്ലാം ഇരുമടിക്കെട്ട് എല്ലാവരും തലയിൽ വെച്ചു. തക്കുടിൻ്റെ തലയിലും വെച്ചു. അച്ഛൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ അടുത്ത് തേങ്ങ ഉടയ്ക്കാനുള്ള തേങ്ങയും കൈ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ആഴിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ 18-ാം പടി കയറിക്കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ടാമത് കാണിച്ചു തരാം. അപ്പം ഒരുമാതിരി തിരക്കുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഭാഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 18-ാം പടി കയറാൻ പറ്റി. നമ്മൾ നേരെ ആ സൈഡിലേക്ക് പോയിട്ട് തേങ്ങ ഉടച്ചാണ് നമ്മൾ 18-ാം പടി ചവിട്ടാൻ പോകുന്നത്. അപ്പം നമ്മുടെ മാളികപ്പുറം തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി ഇതിനിടവഴി അങ്ങോട്ട് നടന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ചെല്ലുവാണ്. അപ്പോൾ മാളികപ്പുറത്തിന് അവിടെ നിന്ന് എറിഞ്ഞാൽ ചെല്ലത്തില്ല. അപ്പം നമുക്ക് ആ തേങ്ങ മേടിച്ച് നമുക്ക് എറിയാം. അച്ചച്ചൻ മേടിച്ച് എറിഞ്ഞോളും. അപ്പോൾ അയ്യപ്പന്മാരെ നമ്മളിതാ 18-ാം പടി മാളികപ്പുറമായിട്ട് കയറാൻ പോവുകയാണ്. അപ്പം വീഡിയോ ഓഫ് ചെയ്യുവാണ് തൽക്കാലത്തേക്ക്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ 18-ാം പടിയും കയറി നല്ല രീതിയിൽ തൊഴാനും പറ്റി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിപ്പം മേളിൽ കയറി വീഡിയോ ഇടാൻ അനുമതിയല്ല, സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് വീഡിയോ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ വഴിപാടിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാണ്. അരി നമ്മൾ കൊണ്ടുവന്ന പാസ്പം കാര്യങ്ങൾ മാളികപ്പുറത്ത് കൊണ്ടിടണം, അങ്ങനെ ഒരുപാട് പരിപാടി നമുക്കുണ്ട്. നമ്മൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ചായിട്ടുണ്ട്. മാമനുണ്ട്, സരിച്ചേട്ടനുണ്ട്, തക്കൂടെ ഇവിടുന്ന് ഊഞ്ഞാലായിരുന്നു. അച്ചതാണ്ട് ഓരോ അരിയും
ഇത് നമ്മൾ അരവണ അപ്പവും കിട്ടുന്ന കൗണ്ടറാണ് കേട്ടോ. ഇത് ക്യാഷും അപ്പുറം കാണുന്ന കാർഡുമാണ്. അപ്പം നമ്മൾ കാർഡ് കൗണ്ടർ കയറി മേടിക്കുക, അതാകുമ്പോൾ ഒത്തിരി തിരക്കില്ല. ഈ സൈഡിൽ ശകലം തിരക്കുണ്ട്, പക്ഷേ ഇതൊന്നും അല്ല തിരക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക് വരുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പം ഇത് ഈ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്ന് മേടിക്കുന്ന ഒരു കൗണ്ടർ. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് നേരിട്ട് കൊടുക്കുന്നുണ്ട്. ഇതല്ലാതെ അപ്പുറം ഒരു വലിയൊരു കൗണ്ടറുണ്ട്, ആ വലിയ കൗണ്ടറിലും കിട്ടുന്നതായിരിക്കും. ഇത് പിന്നെ നമ്മൾ ആഴിയിലേക്ക് പോകുന്ന വഴിയാണ്. അണ്ടർഗ്രൗണ്ടിലെ ഒരു പാത്താണിത്. ആ പാത്ത് വഴി ആഴിയിലേക്ക് പോവുകയാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കത്തില്ല. എന്തൊക്കെയോ ഭയങ്കര ഒച്ചയാണ്, അവിടെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ആഴിയിലേക്കുള്ളത് മേളോട്ട് കയറുന്നു. നേരെ മേളിൽ ചെന്ന് നമ്മൾ നെയ്ത്തേങ്ങ ഇരിപ്പുണ്ട്, ആഴിയിലേക്ക് തേങ്ങ ഇടുന്നു. തേങ്ങ ഇട്ട് കഴിഞ്ഞത് ഇതുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അരവണയും അപ്പവും കിട്ടുന്ന ഈ കൗണ്ടർ. ഇങ്ങേ അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെയുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ ഇതൊന്നും അല്ല തിരക്ക്. ഇത് ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന സമയമൊക്കെ ഉണ്ട്. നമ്മൾ വിരി വെച്ചിട്ടുണ്ട്. അരവണ നമ്മൾ മേടിച്ച അരവണയിൽ അപ്പോൾ അരവണയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വീതിച്ച് എല്ലാം കറക്റ്റാക്കുകയാണ്. നെയ്യ് വീഴ്ചയുള്ള തേങ്ങയും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി പാത്രത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരവണ അപ്പവും എല്ലാം കൂടെ നമ്മൾ ഈ പുറകെ കാണുന്ന കൗണ്ടറുണ്ട്. ഇന്നാണെങ്കിൽ വലിയ തിരക്കില്ലായിരുന്നു, ഇഷ്ടംപോലെ കൗണ്ടർ ഓപ്പണാണ് പുറകെ കാണുന്നത്. അവിടെ പോയി ഞങ്ങളൊരു 10 അരവണയും 8 അപ്പവും മേടിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ വീതിച്ച് കൈയോടെ അതിൻ്റെ ബാഗിൽ കയറ്റിയിട്ട് നമ്മൾ തിരിച്ച് മല ഇറങ്ങാനുള്ള പ്ലാനാണ്. അപ്പം ഇതുവരെ നമുക്കറിയാവുന്ന രീതിയിലാണ് കാണിച്ചു തന്നേക്കുന്നത്. തെറ്റോ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചേക്കണം. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഈ സാധനം ബാഗി ടോൾസെറ്റിക്കകത്താക്കി നേരെ മല ഇറങ്ങാനുള്ള പ്ലാനാണ്. നേരെ വെളുപ്പിനത്തെ വണ്ടി പിടിച്ചു, ബസ് തന്നെ KSRTC കയറി വന്ന പോലെ തന്നെ അവിടെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒരു അച്ഛനും കളിച്ചാലും നമ്മൾ തിരിയുന്നുണ്ട്. നമ്മുടെ മാളികപ്പുറം പിന്നെ ഒരു കാര്യം, നമ്മൾ അരവണയ്ക്ക് എല്ലാം നോക്കി കണ്ട് അപ്പത്തിന് 45 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ അപ്പം തന്നെ അപ്പം വേണം. ഒരു കമ്പനിക്കായിട്ട് ഞാനും എടുത്തിട്ടുണ്ട്. ഓരോ അപ്പം ഞങ്ങൾ രണ്ടുകൂടെ കഴിക്കുവാണ്. അപ്പോഴത്തേക്ക് നേരത്തെ എടുത്ത വൈൻഡപ്പ് വീഡിയോയ്ക്ക് ഭയങ്കര വോയിസ് ആയിട്ടൊന്നും കേൾക്കത്തില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നെയും ബാക്കി ഒന്നുകൂടെ ഇടുന്നത്. അപ്പം ഗായ്സ്, ഇതുണ്ട് ട്രാക്ടർ. ഈ ട്രാക്ടറിലാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. ഈ സാധനങ്ങൾ ഫുള്ള് നമ്മൾ താഴെ പമ്പയിൽ നിന്ന് നമ്മുടെ സന്നിധാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന ഈ ട്രാക്ടറിലാണ്. ഇപ്പോൾ പോയ ട്രാക്ടർ ഈ ശബരിമലയിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം മാറി ട്രാക്ടറായത് പിന്നെയും വരുന്നുണ്ട്. ഇത് ട്രാക്ടറിന് വേണ്ടി തന്നെയുള്ള വഴിയാണ് കേട്ടോ. അപ്പം അതെല്ലാം മാറി ഇപ്പം എല്ലാ കാര്യങ്ങളും സിമ്പിളായി, കുറച്ചുകൂടെ മിഷ്യന്മാർക്കായി. പക്ഷേ അന്നും ഇന്നും എല്ലാം ഒരു കാര്യം മാത്രം, ഡോളി 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 ഡോളിക്ക് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. അതെല്ലാം സെയിം തന്നെ. ബാക്കി ശബരിമലയും മൊത്തത്തിൽ മാറി, ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം മാറി, കടകളും മാറി, മൊത്തത്തിൽ ഫുള്ളായിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മല ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്വാമി ശരണം. ഭഗവതി